KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായവ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്രയാണ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ബസ്സിൽ കയറിയാൽ പഴയതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കണം. എന്നാൽ പണം നൽകണ്ട. ടിക്കറ്റ് എടുത്തില്ലെങ്കിലോ 500 രൂപ പിഴയും നൽകണം. സ്ത്രീകൾക്കൊപ്പം 5നും 11നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായും പകുതി ടിക്കറ്റ് എടുക്കണം. 12 വയസ്സായ ആൺകുട്ടികളാണെങ്കിൽ ഫുൾ ടിക്കറ്റ് എടുക്കണം. പെൺകുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്. സ്റ്റോപ്പ്, സംവരണ സീറ്റ്, ട്രാഫിക് നിയമങ്ങൾ എന്നിവ എല്ലാവർക്കും ഒരുപോലെയാണ്. ഗർഭിണികൾ, പ്രായമായവർ എന്നിവരുടെ സീറ്റ് സംവരണവും ലഭിക്കും. ഓർഡിനറി ബസ്സുകളിൽ 0 ടിക്കറ്റ് നൽകിയാകും സൗജന്യ യാത്ര അനുവദിക്കുക. എത്ര പേർ സൗജന്യയാത്ര ചെയ്തുവെന്നും അതിലൂടെ KSRTCക്ക് എത്ര രൂപ വരുമാന നഷ്ടം ഉണ്ടായെന്നും കണക്കാക്കാൻ വേണ്ടിയാണ് 0 ടിക്കറ്റ് നൽകുന്നത്. സംസ്ഥാനത്ത് 3128 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യയാത്ര. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഓർഡിനറി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നിവയാണ് സ്ത്രീകൾക്ക് സൗജന്യയാത്ര സൗകര്യമുള്ള 7 ബസ് വിഭാഗങ്ങൾ. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കറും പതിച്ചിട്ടുണ്ടാകും. പ്രതിവർഷം 750 മുതൽ 800 കോടി രൂപയാണ് സർക്കാർ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.